ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 എഴുതിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ ദി ടേം സൊല്യൂഷൻ. ഹൗ മെനി ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആർ ഫോംഡ്? റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ഈച്ച് ടൈപ്പ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സൊല്യൂഷന്റെ ഡെഫിനേഷൻ പറയാനാണ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രണ്ടോ അതിലധികമോ സാധനങ്ങൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചർ അല്ലേ? നമുക്കത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ of two or more. കെമിക്കലി നോൺ റിയാക്റ്റീവ് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അവർ തമ്മിൽ റിയാക്ട് ചെയ്യാനും പാടില്ല അല്ലേ? കെമിക്കലി നോൺ റിയാക്റ്റീവ് സബ്സ്റ്റൻസ്. കെമിക്കലി നോൺ റിയാക്റ്റീവ് സബ്സ്റ്റൻസ് ഇല്ലേ? ഇപ്പം രണ്ടോ അതിലധികമോ കെമിക്കലി നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ചേർന്നുണ്ടാകുന്ന ഹോമോജീനിയസ് മിക്സ്ചറിനെ അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷന്റെ ഡെഫിനേഷൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? ഹൗ മെനി ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആർ ഫോം അല്ലേ? ഇപ്പൊ എത്ര ടൈപ്പിലുള്ള സൊല്യൂഷൻസ് ഫോം ചെയ്യുന്നുണ്ട്? പറയാം, നമ്മൾ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു 9 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഉണ്ടല്ലേ? ഇങ്ങനെ നമ്മൾ സോൾവെന്റ് ഏതാന്ന് വെച്ച് നമുക്ക് 3 ടൈപ്പ് സൊല്യൂഷൻ പറയില്ലേ? സോളിഡ്, ലിക്വിഡ്, സോളിഡ് സൊല്യൂഷൻ. ഫസ്റ്റ് ടൈപ്പ് സോളിഡ് സൊല്യൂഷനിൽ ഒരു സൊല്യൂഷന്റെ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത് അതിന്റെ സോൾവെന്റിന്റെ സ്റ്റേറ്റ് ആണ്. ഇപ്പൊ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സോൾവെന്റ് എപ്പോഴും സോളിഡ് ആയിരിക്കും. സോൾവെന്റ്, സൊല്യൂട്ട്. ഓക്കെ, ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കുവാണെങ്കിൽ സോളിഡ് സൊല്യൂഷനിൽ എപ്പോഴും എന്താണ്? 3 കേസ് ഉണ്ടാവാം. സോൾവെന്റ് എപ്പോഴും സോളിഡ് ആയിരിക്കും അല്ലേ? സോളിഡ് സൊല്യൂഷൻ. ഇപ്പൊ സൊല്യൂട്ട് വ്യത്യാസപ്പെടാം. സൊല്യൂട്ട് വ്യത്യാസപ്പെടുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് 3 വരാനുള്ള ചാൻസ്. ഇപ്പൊ ആദ്യം സോളിഡ് ഇൻ സോളിഡ്, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് പറയുന്നത്. ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നത് കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ് ഇല്ലേ? അലോയ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതിന്റെ എക്സാമ്പിൾസ്. ലിക്വിഡ് ഇൻ സോളിഡിന്റെ എക്സാമ്പിൾ സോഡിയം ആയിട്ടുള്ള മെർക്കുറിയുടെ അമാൽഗം. ഓക്കെ, പിന്നെ ഗ്യാസ് ഇൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഹൈഡ്രജൻ ഇൻ പലേഡിയം ഇല്ലേ? സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം എന്ന് പറയുന്നത് എന്താണ്? അത് സോളിഡ് എന്താണ്? ഗ്യാസ് ഇൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ സോളിഡ് സൊല്യൂഷൻസ് നമുക്ക് 3 രീതിയിൽ പറയാം അല്ലേ? എന്താണ്? സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗ്യാസ് സോളിഡ് ആയിട്ട് വരാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് കഴിഞ്ഞാൽ ലിക്വിഡ് സൊല്യൂഷന്റെ എക്സാമ്പിൾ. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സോൾവെന്റ് എപ്പോഴും ലിക്വിഡ് ആയിരിക്കും. അത് 3 ഇല്ലേ? സോൾവെന്റ് എപ്പോഴും ലിക്വിഡ് ആയിട്ട് വരുന്ന 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂട്ട് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം അല്ലേ? അതിന്റെ എക്സാമ്പിൾ എന്താണ്? ആദ്യം സോളിഡ് ആൻഡ് ലിക്വിഡ് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇപ്പം സോൾട്ട് എന്താണെങ്കിലും എന്താണ്? സോളിഡ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ പറയാം. ലിക്വിഡിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്? എത്തനോൾ ഇൻ വാട്ടർ ലിക്വിഡ് ആണ്. ഗ്യാസ് ഇൻ ലിക്വിഡ് അല്ലേ? നമ്മൾ വാട്ടറിലുള്ള ഡിസോൾവ് ഓക്സിജൻ പറയാം. അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലെല്ലാം നമ്മൾ CO2 ആണ് ആ ഡ്രിങ്ക്സിൽ ഡിസോൾവ് ചെയ്യുന്നത്. അതെല്ലാം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ല ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഗ്യാസ് ആൻഡ് ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഏതാണ്? ഗേഷ്യസ് സൊല്യൂഷൻസ് അല്ലേ? ഇപ്പൊ ഗേഷ്യസ് സൊല്യൂഷൻസ് ഉണ്ടാവുമ്പോൾ സോൾവെന്റ് എപ്പോഴും എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. ഗ്യാസ് സോൾവെന്റ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസിനാണ് നമ്മൾ ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂട്ട് സോൾഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ഇല്ലേ? ഇപ്പൊ സോളിഡ് ഇൻ ഗ്യാസിന്റെ എക്സാമ്പിൾ ഏതാണ്? ടെക്സ്റ്റിൽ തന്നേക്കുന്നത് ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്.
അത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമത് ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്നത് ക്ലോറോഫോം ഇൻ നൈട്രജൻ. ക്ലോറോഫോം മിക്സ് വിത്ത് നൈട്രജൻ ഗ്യാസ് ആണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ. മൂന്നാമത്തെ ഗ്യാസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ തന്നെയാണ്. അതൊരു മിക്സർ ആണ്, പലതരം ഗ്യാസ് മിക്സ് ഉണ്ടാകുന്ന ഒരു സൊല്യൂഷൻ ആണ് അല്ലേ. കൂടാതെ ടെക്സ്റ്റിൽ തന്നിരുന്നത് മിക്സ്ചർ ഓഫ് O2 ആൻഡ് N2 ഗ്യാസ്. നമ്മൾ എല്ലാത്തിന്റെയും പറഞ്ഞു. ഇപ്പൊ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്, നമുക്ക് സോൾവെന്റ് സ്റ്റേറ്റ് വെച്ച് എല്ലാത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സൊല്യൂഷൻ ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഇസ് എ ഗ്യാസ്. അപ്പം ഗ്യാസ് ഇൻ സോളിഡ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, സൊല്യൂട്ട് ഗ്യാസും സോൾവെന്റ് സോൾഡും വരുന്നതിന്റെ ഒരു എക്സാമ്പിൾ. ഗ്യാസ് ഇൻ സോളിഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എന്താ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതാണ്, നമ്മുടെ ഹൈഡ്രജൻ ഇൻ പലേഡിയം, സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ ഇൻ പലേഡിയം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണ്, ഗ്യാസ് ഇൻ സോൾഡിന്റെ എക്സാമ്പിൾ ആണ് ശരിക്കും. ഹൈഡ്രജൻ ഇൻ പലേഡിയം നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഇല്ലേ. അതിന്റെ വേറെ എക്സാമ്പിൾസ് ആണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ നമ്മൾ സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ അവിടെ സോൾവെന്റ് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ അതും ഗ്യാസ് ഇൻ സോളിഡ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദി ഫോളോയിങ് ടേംസ്. മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മാസ് പെർസെന്റേജ്. ഈ 4 സാധനങ്ങളും ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതുന്നത്. അതിൽ മോൾ ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ പറയാം. എന്താണ് മോൾ ഫ്രാക്ഷൻ? എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? മോൾ ഫ്രാക്ഷൻ ഇസ് ദി റേഷ്യോ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ കമ്പോണന്റ് ടു ദി ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ അല്ലേ. ഇപ്പൊ ഒരു മോൾ ഫ്രാക്ഷൻ നമ്മൾ ഡീനോട്ട് ചെയ്യുന്നത് ഐ എന്ന സിമ്പൽ വെച്ചാണ്. എന്താണ് ബേസിക്കലി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യാണ്. അതിനകത്ത് എ എന്ന് പറയുന്നത് സോൾവെന്റും ബി എന്ന് പറയുന്നത് സൊല്യൂട്ടും ആണെങ്കിൽ, സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണല്ലോ സൊല്യൂഷൻ. അപ്പം ബിയുടെ മോൾ ഫ്രാക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ടൈ ബി എന്ന് പറയുന്നത് എന്താണ് വരും, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ എൻ ബി ബൈ സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വരും NA പ്ലസ് NB എന്ന് വരും. അതേപോലെ തന്നെ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ചോദിക്കാം. അപ്പൊ കൈ എ വരും, ഇപ്പം വരും NA ബൈ NA പ്ലസ് NB വരും. ഓക്കെ, ഇതാണ് മോൾ ഫ്രാക്ഷൻ. രണ്ടാമത് നമ്മൾ ചോദിച്ചേക്കുന്നത് മൊലാലിറ്റിയാണ്. മൊലാലിറ്റി ഡെഫിനിഷൻ എന്താണ്? മൊലാലിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് അല്ലേ. 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് അതിനെയാണ് അതിന്റെ റേഷ്യോ മൊലാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയാം മൊലാലിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് അല്ലേ, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. നമുക്ക് ഫോർമുല നേരത്തെ പറഞ്ഞ പോലെ എ സൊല്യൂട്ടും ബി സോൾവെന്റ് ആണെങ്കിൽ നമുക്ക് എം എഴുതാം. എന്താണ് എം ഇസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB, പിന്നെ മാസ് ഓഫ് സോൾവെന്റ് WA അല്ലേ. അത് ഗ്രാമിലാണ് തന്നേക്കുന്നെങ്കിൽ നമ്മൾ മേളിൽ ഇൻറ്റു 1000 ചെയ്യും. WA ബൈ 1000 ചെയ്യുമ്പോൾ മേളിൽ 1000 വെച്ചാൽ ലാസ്റ്റ് ഫോർമുല ഇപ്പൊ എന്താ ഫൈനൽ ഫോർമുല നമുക്ക് ഇങ്ങനെ വരിക, മൊലാലിറ്റി ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു WA. ഇവിടെ ഈ WA എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോൾവെന്റ്, മാസ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് ഗ്രാമിലാണെന്ന് ആലോചിക്കും. കിലോഗ്രാം ആക്കാനാണ് നമ്മൾ മേളിൽ 1000 വെച്ച് ഇൻറ്റു. ഓക്കെ, ഇന്നത്തെ മൂന്നാമത്തെ ഡെഫിനേഷൻ ചോദിച്ചേക്കുന്നത് മൊലാരിറ്റിയാണ്. മൊലാരിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? മൊലാരിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ടു വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അല്ലേ. മൊലാരിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചാണ്. എം ഇസ് ഈക്വൽ ടു NB ബൈ
വോളിയം ഓഫ് സൊല്യൂഷൻ ഇല്ലേ, വോളിയം ഓഫ് സൊല്യൂഷൻ ബ്രാക്കറ്റിൽ ലിറ്റേഴ്സിലാണ് എഴുതാൻ പോകും. ഓക്കെ, അപ്പം മൊളാരിറ്റി നമ്മൾ ഇതിന് എക്സ്പാൻഡ് ചെയ്ത് ഫോർമുല ഇങ്ങനെ വരും, WB into 1000 by MB into വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ്. മില്ലി ലിറ്ററിൽ ആയതുകൊണ്ടാണ് മില്ലി 1000 ഇട്ടതേക്കുന്നത്. ഇത് ലിറ്റർ ആക്കാൻ വേണ്ടി ലിറ്ററിനുള്ള മില്ലി ലിറ്ററിന് ലിറ്റർ ആക്കാൻ വേണ്ടിയാണ് ബൈ 1000 ചെയ്യുമ്പോൾ 1000 മേലെ പോയി നമ്മുടെ ഫോർമുല ഫൈനൽ ഫോർമുല ഇങ്ങനെ വരും. ഓക്കെ, ഇത് നാലാമത്തത് മാസ് പെർസെന്റേജ് ആണ്. മാസ് പെർസെന്റേജിന് ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാസ് ഓഫ് സൊല്യൂട്ട് ടു ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. അല്ലെങ്കിൽ പറയാം the total mass of solution multiplied by 100. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എന്ത് പറയാം, ഇറ്റ് ഇസ് ദി പെർസെന്റേജ് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ അല്ലേ. സൊല്യൂഷനിൽ എത്ര പെർസെന്റേജ് മാസ് ആണ് സൊല്യൂട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ മാസ്, അതാണ് മാസ് പെർസെന്റേജ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് W/W പെർസെന്റേജ് ആണ്. അതിന്റെ ഫോർമുല ഇപ്പൊ എന്ത് വരും, മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. മാസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ WB വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ മാസ് ഓഫ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ വരും, അവിടെ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് സോൾവെന്റ് രണ്ടും വരില്ലേ, WA + WB into 1000. B എന്ന് പറയുന്ന സൊല്യൂട്ടും A എന്ന് പറയുന്ന സോൾവെന്റ് ആണല്ലോ. ഓക്കെ, ഒരു 1000 അല്ല ഇൻറ്റു 100 കിട്ടുന്നത് നമ്മൾ പെർസെന്റേജിൽ എഴുതും. ഓക്കെ, ഇതാണ് അതിന്റെ ഫോർമുല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് used in laboratory work is 68% nitric acid by mass in aqueous solution. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് നൈട്രിക് ആസിഡിന്റെ മാസ് ബൈ വോളിയം പെർസെന്റേജ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, 68% ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദി മൊളാരിറ്റി ഓഫ് സച്ച് എ സാമ്പിൾ ഓഫ് ദി ആസിഡ് ഇഫ് ദി ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് 1.504. അപ്പൊ നമുക്ക് ആ സൊല്യൂഷൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ അതിന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് എന്താണ്, നമുക്ക് തന്നേക്കുന്നത് നൈട്രിക് ആസിഡ് ആണ് തന്നിട്ടുണ്ട്, അതിന്റെ മാസ് ബൈ വോളിയം പെർസെന്റേജ് അത് എത്ര തന്നിട്ടുണ്ട്, 68% ആണ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് 100 ml സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ 68 ഗ്രാം എന്താണ്, അതിനകത്ത് 68 ഗ്രാം ഓഫ് HNO3 ഉണ്ടെന്നാണ് പറയുന്നത് 100 ml സൊല്യൂഷൻ. അതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എത്ര ഗ്രാം നൈട്രിക് ആസിഡ് ഉണ്ട് വിചാരിക്കാം. നമ്മൾ ആദ്യം 100 ml സൊല്യൂഷൻ എടുത്താന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് 68 ഗ്രാം HNO3 ഉണ്ട്. 68 ഗ്രാം HNO3 ആദ്യം നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് HNO3 കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് HNO3 എന്ത് വരും, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് എത്രയാണ്, 68 ആണ്. HNO3യുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 63 ആണ്. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.079 മോൾസ് എന്ന് കിട്ടും. ഇത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് HNO3 ഉണ്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി നമുക്ക് എന്താ വേണ്ടത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അത് നമുക്ക് കിട്ടി അല്ലേ. ഇത് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് വേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കിട്ടി. വോളിയം കണ്ടുപിടിക്കാൻ എന്താണ് വഴി, വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി തന്നിട്ട്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 68% നൈട്രിക് ആസിഡ് ബൈ മാസ് ആണ്. ഓക്കെ, സോറി, അപ്പൊ അത് മാസ് ബൈ മാസ് പെർസെന്റേജ് തന്നേക്കുന്നത്. സോറി, നമുക്ക് തെറ്റിപ്പോയതാണ്. ഇവിടെ നമുക്ക് മാസ് ബൈ മാസ് പെർസെന്റേജ് ആണ് തന്നേക്കുന്നത്. വെച്ചാൽ 100 ഗ്രാം സൊല്യൂഷനിൽ നമുക്ക് 68 ഗ്രാം HNO3 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് തന്നേക്കുന്നത്. നമുക്ക് സൊല്യൂഷൻ ഡെൻസിറ്റി എന്നിട്ടുണ്ട് എത്രയാണ്, 1.504 ഗ്രാം പെർ എം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, സൊല്യൂഷന്റെ മാസ് നമുക്കറിയാം 100 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അവിടെ നമുക്ക് വോളിയം എന്ത് കിട്ടും, വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മാസ് ബൈ ഡെൻസിറ്റി എത്ര, 100 ഗ്രാം ബൈ ഡെൻസിറ്റി എത്ര തന്നേക്കുന്നത് 1.504 അല്ലേ, 1.504 ഗ്രാം പെർ എം. നമുക്ക് വോളിയം എന്ത് കിട്ടും, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 66.489 എന്ന് കിട്ടും. അത്രയും ml എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്ക് കിട്ടും. വോളിയം ഓഫ് സൊല്യൂഷൻ കിട്ടി, നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടും കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ
മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്ര ഇവിടെ 1.079 ആണ്. അത് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ് ആണ്. ഇവിടെ ml ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ 66.489 അതിന്റെ നേരെ നമ്മൾ 1000 ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 16.22 മോളാർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്നുമില്ല, മാസ് പെർസെന്റേജ് തന്നു, അവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് കണ്ടുപിടിച്ചു. പിന്നെ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൻസിറ്റിയിൽ നമ്മൾ മാസ് ഇട്ട് കൊടുത്തു. സൊല്യൂഷന്റെ 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അസീവ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്നിട്ട് അതേ നമ്മൾ വോളിയം കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 5ാമത്തെ ക്വസ്റ്റ്യൻ. The solution of glucose in water is labeled as 10% mass by mass percentage. ഇപ്പം 10 ആണ് മാസ് പെർസെന്റേജ് തന്നിരിക്കുന്നത് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദി മൊലാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ് ഇൻ ദി സൊല്യൂഷൻ? ഓക്കെ, അപ്പൊ അത് നമുക്ക് ആദ്യം ചെയ്യാം. 5th ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് 10% ആണ് മാസ് പെർസെന്റേജ് നമുക്ക് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പറയാം 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 100 ഗ്രാം സൊല്യൂഷനിൽ നമുക്ക് 10 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്. 10 ഗ്രാം ഗ്ലൂക്കോസ് ആണെങ്കിൽ ബാക്കിയുള്ള മാസ് ഇപ്പൊ എന്തായിരിക്കും? വാട്ടറിന്റെ ആയിരിക്കും. 10 ഗ്രാം ഗ്ലൂക്കോസ് ആണെങ്കിൽ ബാക്കിയുള്ളത് 90 ഗ്രാം. 90 ഗ്രാം എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. ഇത്രയും നമുക്ക് ആ ഒരു സെന്റൻസിൽ നിന്ന് കിട്ടും. ഓക്കെ, വാട്ട് വുഡ് ബി ദി മൊലാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്ക് മൊലാലിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് വേണം, പിന്നെ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg അല്ലേ? നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സോൾവെന്റ് വെയിറ്റ് കൂടെ ഉണ്ട്, 90 ഗ്രാം ഉണ്ട്. അപ്പൊ വേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. എന്നുവെച്ചാൽ 10 ഗ്രാം ഗ്ലൂക്കോസ് എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് 10 ഗ്രാം അല്ലേ, ബൈ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.055 എന്ന് കിട്ടും. ഇത്രയും മോൾസ് ഉണ്ട്. മൊളാലിറ്റി നമുക്ക് കണ്ടുപിടിക്കും. മൊളാലിറ്റി എന്ത് വരും? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് എന്ന് വെച്ചാൽ എത്ര? 0.055 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 0.055 ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg വേണം. അപ്പോൾ 90 ഗ്രാം വാട്ടർ ഉണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി 1 ആയതുകൊണ്ട് 90 ഗ്രാം വാട്ടർ നടക്കുന്ന 90 ml വാട്ടർ ഉണ്ട്. സോ നമ്മുടെ വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ് 90 ഗ്രാം എടുത്തത്. 90 ഗ്രാം ഇൻറ്റു ബൈ 1000 ആണ്. അപ്പൊ മേളിൽ 1000 പോകും. നമുക്ക് മൊലാലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് 0.617 മൊളാൽ എന്ന് കിട്ടും. അപ്പൊ മൊളാലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് വേണ്ടത് മോൾ ഫ്രാക്ഷൻ ആണ്. ഇപ്പൊ മോൾ ഫ്രാക്ഷൻ വേണമെങ്കിൽ നമുക്ക് സൊല്യൂട്ടിന്റെ സോൾവെന്റ് നമ്പർ ഓഫ് മോൾസ് വേണം അല്ലേ? അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ ഇവിടെ വാട്ടർ എത്രയാണ്? മാസ് എത്രയാണ്? 90 ആണ്. ബൈ മോളിക്കുലർ മാസ് എത്രയാണ്? വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ 5 മോള് വാട്ടർ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ്. ഇപ്പൊ 2 കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത്. നമുക്കിവിടെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും? Na പ്ലസ് NB ആണ് അല്ലേ? Na പ്ലസ് NB എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 പ്ലസ് 0.055 ആണ്. എന്ന് വെച്ചാൽ 5.055. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ അത് നമുക്ക് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ 5B എന്ന് പറയുന്നത് തരും NB ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് N ടോട്ടൽ. സോൾവെന്റ് കൊടുത്ത വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ Na ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ്, മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എത്ര? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് 0.055 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്ര? 5.055 അല്ലേ? എന്ന് വെച്ചാൽ എന്ത് വരും? നമുക്ക് 0.0108 എന്ന് വരും. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എത്ര മോൾസ് ഉണ്ട്? 5 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 5.055 എന്ന് വെച്ചാൽ നമുക്കത് 0.9892 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്താണ് മോൾ ഫ്രാക്ഷൻ ഒന്നിന് കിട്ടിയാലും ബാക്കിയുള്ള കമ്പോണന്റ് എന്തായിരിക്കും? 1 മൈനസ് അതിന്റെ ആയിരിക്കും. അപ്പൊ 1 മൈനസ് 0.0108 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ അതിന്റെ കൂടെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷന് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊലാരിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സൊല്യൂഷന്റെ ഡെൻസിറ്റി 1.2 ഗ്രാം പെർ ml ആണ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെൻസിറ്റി തന്നേക്കുന്നത് എന്തിനാണ്? നമുക്കറിയാം ഡെൻസിറ്റി അതിന്ന് വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ ഡെൻസിറ്റി ഈക്വൽ നമുക്കറിയാം മാസ് ബൈ വോളിയം. അവിടുന്ന് വോളിയം എന്ത് വരും? മാസ് ബൈ ഡെൻസിറ്റി ആണ്. നമ്മൾ എത്ര സൊല്യൂഷൻ എടുത്തേക്കുന്നത്? 100 ഗ്രാം സൊല്യൂഷൻ എടുത്തേക്കുന്നത്. അത് ബൈ ഡെൻസിറ്റി നമുക്ക് തന്നേക്കുന്നത് 1.2 ഗ്രാം പെർ ml ആണ്. അപ്പൊ 1.2 ചെയ്യാം. 100 ബൈ 1.2 ചെയ്ത് നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ കിട്ടും.
അത് നമുക്ക് 83.33 ml എന്ന് കിട്ടും. ഓക്കെ, വോളിയം കിട്ടിക്കാൻ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കും അല്ലേ? മൊളാരിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്കറിയാം എത്രയാണ് സൊല്യൂട്ട് ഗ്ലൂക്കോസ് നമ്പർ ഓഫ് മോൾസ് 0.055 ആണ്. ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര അവിടെ നമുക്ക് 83.33 ml ആണ്. അതിന് ലിറ്റർ ആക്കാൻ നമ്മൾ മേലി 1000 വെച്ച് ഇൻഡ് ചെയ്യും. അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇത് 0.66 മോളാർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ml ഓഫ് 0.1 മോളാർ HCl ആർ റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 1 gram മിക്സ്ചർ ഓഫ് Na2CO3 ആൻഡ് NaHCO3. ഇപ്പൊ Na2CO3 1 gram മിക്സർ ആണ്. എന്താണ് Na2CO3 NaHCO3 കൂടെ ഒരു മിക്സർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ഫുള്ളി റിയാക്ട് ചെയ്യാൻ എത്ര ml ഓഫ് 0.1 മോളാർ HCl വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 1 gram മിക്സർ തന്നിട്ടുണ്ട്. 1 gram എന്താണ്? 1 gram എന്ന് പറയുന്നത് Na2CO3യുടെയും NaHCO3യുടെയും കൂടെ മിക്സർ ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് ഈ രണ്ട് സാധനങ്ങളുണ്ട്. പിന്നെ രണ്ടിന്റെയും കൂടെ ടോട്ടൽ മാസ് ആണ് 1 gram തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിന്റെ മാസ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരെണ്ണത്തിന്റെ മാസ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേതിന്റെ മാസ് ഇപ്പൊ എന്തായിരിക്കും? ഇപ്പൊ Na2CO3 നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ NaHCO3 എന്തായിരിക്കും മാസ്? എക്സ് ഗ്രാം ആണെങ്കിൽ ഇത് 1 - x ഗ്രാം ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇത് ഓരോന്ന് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് ഇതാണ് എടുക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും ഇക്വമോളർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ രണ്ടിനെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. ഓക്കെ, Na2CO3ന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എന്താണ്? Na2CO3ന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 106 ആണ്. ഓക്കെ, NaHCO3യുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 84 ആണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് Na2CO3 എന്ത് വരും? അല്ലെ, ഗിവൻ മാസ് ബൈ മോളിക്കുലർ മാസ് വെച്ചാൽ x ബൈ 106 എന്ന് വരും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaHCO3 എന്ത് വരും? 1 - x ബൈ 84 എന്ന് വരും. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് രണ്ട് ഇക്വമോളാർ ആണ് തന്നിട്ടുണ്ട്. രണ്ടിനും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം x ബൈ 106 ഈക്വൽ ടു 1 - x ബൈ 84 ആണ് നമുക്ക് എഴുതാം ഇല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ 84x ഈക്വൽ ടു 106 മൈനസ് 106x എന്ന് വരും. ഇത് നമുക്ക് എഴുതാം 190x അത് ഈക്വൽ ടു 106 എന്ന് വരാം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സിന്റെ വാല്യൂ 106 ബൈ 190 എന്ന് വരും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടും 0.557 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമുക്കിവിടെ Na2CO3യുടെ മാസാണ് 0.557. ഓക്കെ, പിന്നെ NaHCO3യുടെ മാസ് 1 - 0.557 എന്ത് വരും? 0.443 ഗ്രാം ആണ്. ഓക്കെ, രണ്ടിന്റെയും മാസ് കിട്ടി. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ടുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇപ്പൊ മാസ് കിട്ടിയാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ ഇവിടെ എന്താ x ബൈ 106 എന്ന് വെച്ചാൽ 0.557 ബൈ 106 അത് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് വരിക 0.0526 എന്ന് വരും. ഓക്കെ, ഇനി 1 - x ബൈ 84 എന്ന് വെച്ചാൽ 0.443 ബൈ 84 അത് എത്രയാ വരിക? നമ്മൾ സോൾവ് ചെയ്യാൻ നമുക്കിത് 0.0503 എന്ന് കിട്ടും. അപ്പൊ ഇത് ഈ രണ്ട് സാധനങ്ങൾ HCl ആയിട്ടുള്ള റിയാക്ഷൻ നോക്കാം. ഓക്കെ, Na2CO3 HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ Na2CO3 HCl ആയിട്ട് റിയാക്ട് ചെയ്തിരിക്കും അല്ലെ? ഇപ്പൊ ഒരു Na2CO3 രണ്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്താണ് നമുക്ക് രണ്ട് NaCl-ഉം വാട്ടറും H2O തരുന്നത്. സോറി, H2O-വും CO2-വും തരുന്നത്. ഓക്കെ, മാത്രമല്ല NaHCO3 ഒരു NaHCO3 ഒരു HCl ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് NaCl-ഉം H2O-യും CO2-വും തരും. അപ്പൊ നോക്കുക എത്ര Na2CO3 ഉണ്ടോ ഇതിന്റെ ഡബിൾ നമ്പർ ഓഫ് മോൾസ് HCl വേണം അതുമായിട്ട് റിയാക്ട് ചെയ്യും. എത്ര NaHCO3 ഉണ്ടോ അതിന്റെ സെയിം എമൗണ്ട് ഓഫ് HCl മതി. എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് HCl നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl നമുക്ക് എത്ര വേണം? 2 into number of moles of
Na2CO3 പ്ലസ് 1 ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaHCO3. എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം 2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് Na2CO3 എത്രയാണ് നമുക്കിവിടെ കിട്ടിയത്? 0.00526 ആണ്. 0.00526 പ്ലസ് NaHCO3 എത്രയുണ്ടോ അത്രയും തന്നെ മതി. 0.00503. ടോട്ടൽ നമ്പർ ഓഫ് HCl റിക്വയർഡ് നമുക്ക് സോൾവ് ചെയ്യാൻ കിട്ടുന്നത് 0.01555 എന്ന് കിട്ടും. ഇത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ HCl തന്നേക്കുന്നത് എന്താണ്? HCl തന്നേക്കുന്നത് 0.1 മോളാർ HCl ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 0.1 മോളാർ HCl നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? M ഇൻറ്റു V ആണ് അല്ലേ? ഈ മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്. അതിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. മൊളാരിറ്റി നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 0.1 മോളാർ ആണ് തന്നെ. നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് V എന്ത് എഴുതാം? V ഈസ് ഈക്വൽ ടു N/M എന്ന് എഴുതാം. അവിടെ നമുക്ക് വോളിയം എന്ത് കിട്ടും? വോളിയം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എത്രയാണ് നമ്മൾ തന്നേക്കുന്നത്? 0.01555 ആണ്. ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 0.1 ആണ്. നമുക്ക് ഈ കിട്ടുന്ന വോളിയം എന്ന് പറയുന്നത് ലിറ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ? കാരണം ഇത് ലിറ്റേഴ്സ് ആണ് ഇക്വേഷനിൽ തന്നേക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ML ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഇൻറ്റു 1000 ചെയ്യാം. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും 155.5 MB. ഇത്രയും ML ഓഫ് 0.1 മോളാർ HCl വേണം ഈ രണ്ട് സാധനങ്ങളുടെയും കൂടെ മിക്സറായിട്ട് റിയാക്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. A solution is obtained by mixing 300 gram of 25% solution and 400 gram of 40% solution by mass. Calculate the mass percentage of resulting solution. ഇപ്പൊ എന്താണ് ഇവിടെ രണ്ട് ഒരേ സൊല്യൂഷൻസ്, പക്ഷേ ഇവിടെ കോൺസെൻട്രേഷൻ വ്യത്യാസമുണ്ട്. ആദ്യത്തെ 25% സൊല്യൂഷൻ ആണ്, അത് 300 ഗ്രാം ഉണ്ട്. 400. പിന്നെ രണ്ടാമത്തത് 40% സൊല്യൂഷൻ ആണ്, അത് 400 ഗ്രാം ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്ന സൊല്യൂഷൻ പറയാം 25% സൊല്യൂഷൻ ആണ്. 25% സൊല്യൂഷൻ മാസ് ബൈ മാസ് പെർസെന്റേജ് ആണ്. ഓക്കെ, അപ്പം 25% സൊല്യൂഷൻ അത് എത്ര നമുക്ക് എടുത്തേക്കുന്നത്? 300 ഗ്രാം എടുത്തിട്ടുണ്ട്. രണ്ടാമത് എടുത്തേക്കുന്ന സൊല്യൂഷൻ 40% സൊല്യൂഷൻ ആണ്, അത് നമുക്ക് 400 ഗ്രാം എടുത്തിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കി അല്ലേ? ആ സൊല്യൂഷന്റെ മാസ് പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പൊ മൊത്തം എത്ര സൊല്യൂഷൻ ഉണ്ട്? മൊത്തം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എത്ര ഉണ്ട്? 300 ഗ്രാം പ്ലസ് 400 ഗ്രാം അല്ലേ? മൊത്തത്തിൽ നമുക്കിപ്പോ 700 ഗ്രാം സൊല്യൂഷൻ ഇപ്പൊ ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര സൊല്യൂട്ട് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ സൊല്യൂട്ട് എത്ര അറിയണോ? ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറിയണമെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഓരോ സൊല്യൂഷനിലും എത്ര സൊല്യൂട്ട് ഉണ്ടായിരുന്നു നമുക്കറിയാം. ഇത്രയും മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ അല്ലേ? എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇല്ല, അത് ഇൻറ്റു 100 ആണ്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് 25% ആണ് തന്നിട്ടുണ്ട്. ഇപ്പൊ 25 എന്ന് പറയുന്നതാണ് ആദ്യത്തത്. അത് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് WB അതുപോലെ എഴുതുക. ടോട്ടൽ സൊല്യൂഷൻ മാസ് തന്നിട്ടുണ്ട് 300 ആണ് തന്നിട്ടുണ്ട്, അത് ഇൻറ്റു 100 ആണ് അല്ലേ? ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് WB എന്ത് കിട്ടും? WB ഇവിടെ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷന്റെ മാസ് ഓഫ് സൊല്യൂട്ട് എനിക്ക് 75 ഗ്രാം എന്ന് വരും. അപ്പൊ ഫസ്റ്റ് സൊല്യൂഷന്റെ മാസ് ഓഫ് സൊല്യൂട്ട് WB എന്ന് പറയുന്നത് 75 ഗ്രാം ആണ് കിട്ടും ഇല്ല? അതേപോലെ തന്നെ സെക്കൻഡ് സൊല്യൂഷന്റെയും ചെയ്യാം. സെക്കൻഡ് സൊല്യൂഷൻ തരാം 40% സൊല്യൂഷൻ തരും. 40 ഈക്വൽ ടു WB ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ എത്ര തന്നിട്ടുണ്ട്? 400 തന്നിട്ടുണ്ട്. 400 ഗ്രാം ഇൻറ്റു 100. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് WB എന്ത് കിട്ടും? നമുക്ക് 160 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ WB രണ്ടാം സൊല്യൂഷന്റെ മാസ് ഓഫ് സൊല്യൂട്ട് 160 ഗ്രാം എന്ന് കിട്ടും. ഇവിടെ ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അല്ലേ? ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അല്ലേ? ആദ്യം നമ്മൾ കണ്ടുവച്ച സൊല്യൂഷന്റെ ടോട്ടൽ മാസ് ആയിരുന്നു. ഇവിടെ സൊല്യൂട്ടിന്റെ ടോട്ടൽ മാസ് എന്ത് വരും? 160 + 75 എന്ന് വരും അല്ലേ? എന്ന് വെച്ചാൽ 235 ഗ്രാം ആണ് കിട്ടും അല്ലേ? ഇപ്പൊ നമുക്ക് സൊല്യൂഷൻ മിക്സ് ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന്റെ മാസം കിട്ടി, സൊല്യൂഷന്റെ മാസം കിട്ടി. അങ്ങനെയാണെങ്കിൽ മാസ് പെർസെന്റേജ് ഫോർമുല എന്ത് വരും?
മാസ് പെർസെൻറ്റേജ് ഓഫ് ന്യൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? ടോട്ടൽ മാസ് ഓഫ് സൊല്യൂട്ട്, ടോട്ടൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ അത് ഇൻറ്റു 100 അല്ലേ? ടോട്ടൽ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് ഇട്ടേക്കുന്നത് 235 ഗ്രാം ആണ് ബൈ സൊല്യൂഷൻ ടോട്ടൽ മാസ് നമുക്ക് 300 400 കൂട്ടി 700 കിട്ടി. അത് ഇൻറ്റു 100 വരും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും 33.57% ഉണ്ട്. ഇതെന്താണ്? ഇത് നമ്മുടെ സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് ഈ കിട്ടിയ 33.57 അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഇതല്ല, എന്താണ് നമ്മുടെ ഇതിനകത്തുള്ള സോൾവെന്റിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് 100 33.57 കുറച്ചാൽ മതി അല്ലേ? ഇപ്പൊ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെന്റ് എന്തൊന്നേന് 100 ഇത് കുറയ്ക്കുക, 100 മൈനസ് 33.57 ചെയ്യുക. അപ്പൊ നമുക്ക് 66.42 വന്നു. ഓക്കെ, 2.43 വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. An antifreeze solution is prepared from 222.6 gram of ethylene glycol and 200 gram of water. Calculate the molality of the solution. അപ്പൊ നമുക്ക് സൊല്യൂട്ടിന്റെ എമൗണ്ടും സോൾവെന്റിന്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. അത് വെച്ച് മൊലാലിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. If the density of the solution is 1.072 gram per ml, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? വോളിയം കണ്ടുപിടിക്കാനായിരിക്കും. മൊളാരിറ്റി സൊല്യൂഷൻ, അങ്ങനെയാണെങ്കിൽ സൊല്യൂഷന്റെ മൊളാരിറ്റി എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ തന്നേക്കുന്നത് എഥിലീൻ ഗ്ലൈക്കോൾ. എഥിലീൻ ഗ്ലൈക്കോളിന്റെ ഗിവൺ മാസ് അല്ലെ WB എത്രയാ? 222.6 ആണ് എടുത്തേക്കുന്നത്. 222.6 ഗ്രാം അല്ലേ? അതിന്റെ മോളിക്കുലർ മാസ് MB എന്ന് പറയുന്നത് 62 ഗ്രാം ആണ്. ഓക്കെ, 62 ഗ്രാം പെർ മോൾ ആണ്. അതേപോലെ തന്നെ അവിടെ എടുത്തേക്കുന്ന വാട്ടറിലാണ് മിക്സ് ചെയ്യുന്നത്. വാട്ടറിന്റെ ആണെങ്കിൽ സോൾവെന്റ് അല്ലേ? സോൾവെന്റ് എടുത്തേക്കുന്നത് അതിന്റെ മാസ് എത്ര എടുത്തേക്കുന്നത്? WA 200 ഗ്രാം വാട്ടറാണ് എടുത്തേക്കുന്നത്. അതിന്റെ മോളർ മാസ് നമുക്ക് അറിയാം, M എന്ന് പറയുന്നത് 18 ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് മൊലാലിറ്റി കണ്ടുപിടിക്കാനായിരിക്കും. പറയാം മൊലാലിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? മൊലാലിറ്റി ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു WA. അത് ഗ്രാമിലായിരിക്കണം, അതിനാണ് മേളിൽ 1000 ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മൊലാലിറ്റി എടുക്കുകയാണെങ്കിൽ മൊലാലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? WB എന്ന് പറയുന്നത് എത്ര? 222.6 ആണ്. അതിൻ്റെ 1000 ബൈ MB എന്ന് പറയുന്നത് 62 ആണ്. അതിന് WA തന്നേക്കുന്നത് 200 ആണ്. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 17.95 മോളാലെന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഇനി തന്നേക്കുന്നതാണ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അറിയാം സൊല്യൂഷന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം, എന്നാലും നമുക്ക് മൊളാരിറ്റിയിലേക്ക് എത്താൻ പറ്റും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലേ? വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി എന്ന് വരും. പക്ഷെ ഇവിടെ ഈ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കൂടെ മാസ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ മാസ് എന്താ വരിക? ഇവിടെ നമുക്ക് 222.6 200 രണ്ടും കൂടെ ആഡ് ചെയ്യണം ബൈ അതിന്റെ ഡെൻസിറ്റി നമുക്ക് തന്നേക്കുന്ന എത്രയാ? 1.072 ആണ്. എന്നുവെച്ചാൽ നമുക്കിത് 422.6 ബൈ 1.072 എന്ന് വരും. ഇത് നമുക്ക് 394.21 ഇത്രയും ML ആണ് കിട്ടും. ഓക്കെ, ഇപ്പൊ വോളിയം കിട്ടി. വോളിയം കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പാടില്ല. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ? എന്ന് വെച്ചാൽ WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ, അത് ML. WB നമുക്ക് തന്നേക്കുന്നത് 222.6, അത് ഇൻറ്റു 1000 ബൈ MB നമുക്ക് എഥിലീൻ ഗ്ലൈക്കോൾ ആണ്, അപ്പം 62. അതിന്റെ വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളൂ. എത്രയാണ്? 394.21, അത് ML. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 9.106 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ.
A sample of drinking water was found to be severely contaminated with chloroform, supposed to be a carcinogen. ഇപ്പം എന്താണ് ഒരു വാട്ടറിൽ നമുക്ക് കണ്ടാമിനേറ്റ് ആയിട്ട് ക്ലോറോഫോം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. The level of contamination was 15 ppm by mass. 15 ppm ആണ് തന്നേക്കുന്നത് കോൺസെൻട്രേഷൻ നമുക്ക് തന്നേക്കുന്നത് പാർട്സ് പെർ മില്യൺ. ഓക്കെ, എക്സ്പ്ലെയിൻ ദിസ് ഇൻ പെർസെന്റ് ബൈ മാസ്. ഈ തന്നേക്കുന്ന കോൺസെൻട്രേഷൻ ബൈ മാസിൽ എക്സ്പ്രസ് എന്താണ്, പെർസെന്റ് ബൈ മാസിൽ എക്സ്പ്രസ് എന്താണ്, ഇപ്പം മാസ് പെർസെന്റേജ് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി മൊളാലിറ്റി ഓഫ് ക്ലോറോഫോം ഇൻ ദി വാട്ടർ സാമ്പിൾ. ക്ലോറോഫോമിന്റെ മൊളാലിറ്റി കണ്ടുപിടിക്കാനും പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാസ് പെർസെന്റേജ് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ് പെർസെന്റേജ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. മാസ് പെർസെന്റിന്റെ ഫോർമുല എന്തായിരുന്നു? മാസ് ഓഫ് അല്ലെങ്കിൽ പാർട്സ് ഇല്ലേ, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, അത് ഇൻറ്റു 100 ആയിരുന്നു അല്ലേ. അല്ലേ, പി എന്താണ് പാർട്സ് പെർ മില്യന്റെ ഫോർമുല എന്തായിരുന്നു? പാർട്സ് ഓഫ് സൊല്യൂട്ട് അല്ലേ, പാർട്സ് ഓഫ് സൊല്യൂട്ട് ബൈ പാർട്സ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ മാസ് ആവാം എന്തും ആവാം. ഓക്കെ, അത് ഇൻറ്റു 10�6 ആണ്. അപ്പൊ നമ്മളിത് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മാസ് പെർസെന്റേജും പി പിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മാസ് പെർസെന്റേജ് ഇൻറ്റു 10⁴ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? PPM ആക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ PPM മാസ് പെർസെന്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ PPM കോൺസെൻട്രേഷൻ ബൈ 10⁴ ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്ന കോൺസെൻട്രേഷൻ എത്ര? PPM കൂടെ തന്നേക്കുന്ന എത്ര? 15 പാർട്സ് പെർ മില്യൺ തന്നിട്ടുണ്ട് അല്ലേ. കോൺസെൻട്രേഷൻ 15 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ മാസ് പെർസെന്റേജ് ആക്കാൻ എന്ത് വേണം? തന്നേക്കുന്ന PPM ബൈ 10⁴ ചെയ്യും. എന്ന് വെച്ചാൽ 15 ബൈ 10⁴ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് 15 ഇൻറ്റു 10⁻⁻4 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മാസ് പെർസെന്റേജ്. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിന്റെ മൊളാലിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ kg അല്ലേ. ഇവിടെ മാസ് ഓഫ് സോൾവെന്റ് നമുക്ക് തന്നേക്കുന്ന എത്രയാണ്? 15 പാർട്സ് പെർ മില്യൺ ആണ്. 1 മില്യൺ പാർട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് 15 പാർട്സ് എന്താണ്? ക്ലോറോഫോം ആയിരിക്കും. എന്ന് വെച്ചാൽ 10�6 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലേ, 10�6 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സൊല്യൂഷനിൽ 15 ഗ്രാം എന്ന് പറയുന്നത് ക്ലോറോഫോം ആയിരിക്കും. നമുക്ക് 10�6 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. 15 ഗ്രാം CH3 ഉണ്ട് അല്ലേ. ഇതാണ് WB. WB എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എത്ര? 15 ഗ്രാം ആണ്. MB ക്ലോറോഫോമിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 119.5 ആണ്. ഓക്കെ, WB കിട്ടി, MB കിട്ടി. ഇനി WA എന്താണ്? മാസ് ഓഫ് സോൾവെന്റ് അല്ലേ നമുക്ക് വേണ്ടത്. അത് 10⁻⁻16 നമ്മൾ 15 ഗ്രാം കുറച്ചാൽ എന്താണ്? വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ്? അത് 10⁻6 WA അല്ലേ. 10⁻6 - 15 എന്താണ്? നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10⁻6 തന്നെ എടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് മൊളാരിറ്റി ഇപ്പൊ എന്താ വരിക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് WB ബൈ MB അല്ലേ. WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു WA, അത് ഗ്രാമിലാണ് അല്ലേ. നമുക്ക് WB അറിയാം, എത്ര നമുക്ക് തന്നേക്കുന്നത്? 15 ഗ്രാം അല്ലേ. 15 ഇൻറ്റു 1000 ബൈ മോളിക്കുലർ മാസ് നമുക്ക് തന്നേക്കുന്നത് 119.5 ആണ്. മാസ് ഓഫ് സോൾവെന്റ് നമ്മൾ 10⁻6 എടുക്കുക, ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ മേലുള്ള ഇതും കൂടെ കട്ടായി നമുക്ക് 10⁻3 വരും. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക മൊളാലിറ്റി ഈക്വൽ ടു നമുക്ക് 125 ഇൻറ്റു 10⁻6. ഓക്കെ, ഇതാണ് മൊളാലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് ദി മോളിക്കുലർ ഇന്ററാക്ഷൻ പ്ലേ ഇൻ എ സൊല്യൂഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ? ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള സൊല്യൂഷന്റെ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടോ ഇല്ലേ? മോളിക്യൂൾസ് തമ്മിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൽക്കഹോളും വാട്ടറും കൂടെ മിക്സ് ചെയ്താൽ എന്താണ് അവിടെ 10th ക്വസ്റ്റ്യൻ ചെയ്യും. 10th ക്വസ്റ്റ്യൻ, വാട്ടറും ആൽക്കഹോളും കൂടെ മിക്സ് ചെയ്താൽ എന്താണ് അവിടെ? സ്ട്രോങ് എന്തുണ്ട്? ഇന്റർമോളിക്കുലർ
ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടല്ലേ. അപ്പൊ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ പ്യുവർ സോൾവെന്റ് പ്യുവർ സൊല്യൂട്ട് തമ്മിലുള്ള ഇപ്പൊ നമ്മൾ വാട്ടറിനെ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൽക്കഹോളിനെ ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ഇന്ററാക്ഷനേക്കാളും ബി ഇന്ററാക്ഷനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരിക്കും എ ബി തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ ഈ എ ബി ഈ രണ്ട് മോളിക്യൂൾസ് വാട്ടർ ആൽക്കഹോൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് പ്യുവർ ആൽക്കഹോൾ മോളിക്യൂൾ തമ്മിലുള്ള ഇന്ററാക്ഷനേക്കാളും പ്യുവർ വാട്ടർ മോളിക്യൂൾ തമ്മിലുള്ള ഇന്ററാക്ഷനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ എന്താണ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷനാണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിച്ചാൽ എന്തായിരിക്കും ഇവരുടെ വേപ്പർ പ്രഷർ എന്താണ് ഇവരുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്യുവർ ആൽക്കഹോളിനേക്കാളോ പ്യുവർ വാട്ടറിനേക്കാളോ എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലേ. വേപ്പർ പ്രഷർ ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ ആൽക്കഹോൾ ഓർ പ്യുവർ വാട്ടർ. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ കൂടിയത് കൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് കുറയും അല്ലേ. ബോയിലിംഗ് പോയിന്റ് ഡെഫിനിഷൻ തന്നെ എന്തായിരുന്നു വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആവുന്ന സമയത്താണ് ബോയിലിംഗ് നടക്കുക. അപ്പൊ വേപ്പർ പ്രഷർ കൂടിയാൽ അതിനർത്ഥം എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ പെട്ടെന്ന് എത്തും അല്ലേ. ഹീറ്റിനനുസരിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ പെട്ടെന്ന് എത്തും. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറയും. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ കൂടും, ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. Why do gases always tend to be less soluble in liquids as the temperature is raised? ഒരു ഗ്യാസ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതോറും എന്തുകൊണ്ടാണ് ഗ്യാസിന്റെ സോലുബിലിറ്റി കുറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെ, ഇപ്പൊ ഗ്യാസ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. വെച്ചാൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പൊ നമുക്കിവിടെ ഫോർവേഡ് പ്രോസസ് ഇപ്പൊ നമുക്കൊരു ഇക്വിലിബ്രിയം ആണ് അല്ലേ, ഗ്യാസ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഗ്യാസ് നിൽക്കുന്നു, ഗ്യാസ് സ്റ്റേറ്റിൽ നിൽക്കുന്നു, അത് ഡിസോൾവ് ആയിട്ട് ഗ്യാസ് ലിക്വിഡ് ആവുന്നു. ഓക്കെ, ഈ ഡിസൊല്യൂഷൻ പ്രോസസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ റേസ് ചെയ്താൽ എന്താ പറയാ, ടെമ്പറേച്ചർ റേസ് ചെയ്താൽ എന്താ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആയി. ടെമ്പറേച്ചർ റേസ് ചെയ്താൽ ഇക്വിലിബ്രിയം ആ ഉണ്ടായ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കല്ലേ. ലേ ഷേഡിലെ പ്രിൻസിപ്പിൾ വെച്ച് ആ ഉണ്ടായ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കുക. അപ്പം ഫോർവേഡ് പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറയ്ക്കാനായിരിക്കണം നമ്മുടെ സിസ്റ്റം നോക്കുന്നത് അല്ലേ, ഇക്വിലിബ്രിയം നോക്കുന്നത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ എന്തായിരിക്കണം, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഹീറ്റ് കൺസ്യൂം ചെയ്യുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ റേസ് ചെയ്താൽ ഗ്യാസിന്റെ ഡെസൊല്യൂഷൻ കുറയും. അപ്പൊ ലേ ഷേഡ്ലെസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടെമ്പറേച്ചർ റേസ് ചെയ്താൽ കൂടുതൽ നടക്കുക. അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഡെസൊല്യൂഷൻ കുറയുക അല്ലേ. അപ്പൊ ഗ്യാസ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ റേസ് ചെയ്താൽ സോലിബിലിറ്റി കുറയാനുള്ള കാരണം ഡെസൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് പ്രോസസ് ആണ് ആലോചിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് മെൻഷൻ സം ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ. അപ്പം ഹെൻറീസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഹെൻറീസ് ലോ പറയുന്നത് എന്താണ്? ഹെൻറീസ് ലോ പറയുന്നത് ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റി. ഇപ്പൊ ഗ്യാസിൻ ലിക്വിഡിന്റെ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷന്റെ കാര്യം പറയുമ്പോഴാണ് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ അല്ലേ. അപ്പം അവിടെയുള്ള പാർഷ്യൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ ഗ്യാസിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഈ ഫോർമുല കിട്ടുന്നത്, പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി പി ഈക്വൽ നമ്മൾ കെ എച്ച് ഇൻറ്റു എക്സ്. ഈ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് കെ എച്ച്. ഓക്കെ, അപ്പൊ സോലിബിലിറ്റി കൂടിയ ഗ്യാസ് ആണെങ്കിൽ എന്താണ് കെ എച്ച് വാല്യൂ കുറവായിരിക്കും. എക്സിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ കെ എച്ചിന്റെ വാല്യൂ കുറവായിരിക്കും. കെ എച്ചിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അർത്ഥം എന്തായിരിക്കും, ഗ്യാസിന്റെ സോലിബിലിറ്റി ഒരു പർട്ടിക്കുലർ പ്രഷറിൽ കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ 2-3 ഗ്യാസ് തന്നിട്ടുണ്ട്, അതിന്റെ കെ എച്ച് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും കൂടുതൽ സോലിബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കെ എച്ച് വാല്യൂ കുറഞ്ഞതിനായിരിക്കും ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ 2-3 പറഞ്ഞിരുന്നു, തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ
പ്രഷർ കുറവായതുകൊണ്ട് അവിടെ അനോക്സിക്കുള്ള സാധ്യത ഉണ്ട്. അപ്പം ഓക്സിജൻ അവിടെ കുറവായിരിക്കും, അതുകൊണ്ട് അനോക്സിക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡൈവിങ് നടത്തുന്ന ആൾക്കാർക്ക്, ഡൈവിങ് നടത്തുന്ന ആൾക്കാർക്ക് എന്താണ് അവർ ഡീപ്പായിട്ടുള്ള ഡീപ് സീയിലോട്ട് പോകുമ്പോൾ എന്താണ് അവരുടെ ഗ്യാസിന്റെ ബ്ലഡിലേക്കുള്ള ഗ്യാസിന്റെ സോലിബിലിറ്റി കൂടും നമ്മൾ പറഞ്ഞു ഡീപ്പായിട്ട് പോകുമ്പോൾ. പക്ഷെ അവർ തിരിച്ച് ഡീപ്പിൽ പോയിട്ട് തിരിച്ച് മേലോട്ട് അസെൻഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രഷർ പെട്ടെന്ന് കുറയുന്നു. പ്രഷർ പെട്ടെന്ന് കുറയുമ്പോൾ എന്താണ് ഈ ഗ്യാസിൽ നിന്നുള്ള ബ്ലഡിൽ നിന്നുള്ള ഗ്യാസസ് പെട്ടെന്ന് പുറത്തു വരികയും വെസൽസിൽ ബെൻസ് ഫോം ചെയ്യുന്നു പറയുന്നത്. അപ്പൊ അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് അവരുടെ ഗ്യാസത്തിൽ ഓക്സിജൻ സിലിണ്ടേഴ്സിൽ നമ്മൾ ഹീലിയം കൂടെ മിക്സ് ചെയ്യുന്നു. ഇപ്പൊ ഹീലിയം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ഓരോന്നിന്റെയും പാർഷ്യൽ പ്രഷർ കുറയും, അപ്പൊ സോലിബിലിറ്റി കുറയും. ഓക്കെ. പിന്നെ പറയാനുള്ളത് നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ എന്താണ് അവര് പാക്കിംഗ് നടത്തുന്നതാണ് ഹൈ പ്രഷറിലാണ് അവർ കാർബണേറ്റ് ചെയ്യുന്നത്. ഹൈ പ്രഷറിൽ കാർബണേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കൂടുതൽ CO2 നമ്മുടെ ഡ്രിങ്ക്സിൽ ഡിസോൾവ് ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ CO2 ഡിസോൾവ് ആകുമ്പോൾ കൂടുതൽ ഫിസ് കിട്ടും കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ. ഓക്കെ. ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തേത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പറയാം. രണ്ട് നമ്മുടെ കാർബൺ ഡ്രിങ്ക്സ് കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് അല്ലേ ഡീപ് സീ ഡൈവിങ്ങിന് പോകുമ്പോൾ ഓക്സിജൻ സിലിണ്ടേഴ്സിൽ നമ്മൾ ഹീലിയം നിറയ്ക്കുന്നതിന്റെ കാരണം എന്താണ് വെസൽസിൽ ബെൻസ് ഒഴിവാക്കാൻ വേണ്ടി. അതിന്റെ കാര്യം പറയാം. 3 മൗണ്ടൻ ക്ലൈംബേഴ്സിന് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ കുറവായിരിക്കും അറ്റ്മോസ്ഫിയറിൽ, കാരണം അവിടെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് എയറിലുള്ള ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് അനോക്സിയ ഉണ്ടാവുന്നു. അത് കാരണം തിങ്കിങ് ഒന്നും സ്ട്രൈറ്റ് ആയിട്ട് നടക്കത്തില്ല, അവർക്ക് ഡിസിനെസ് ഒക്കെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതും പറയാം, അനോക്സിയ ഉണ്ടാകുന്നതിന്റെ കാരണം പറയാം. ഇത് 3 ഹെൻറീസ് ലോസിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. നമ്മൾ തൽക്കാലം ഇനി ഇവിടെ കൊണ്ട് നിർത്താണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ സോൾവ് ചെയ്യും. ഓക്കെ. താങ്ക് യു.